പാർലമെന്റ് സെക്ഷനൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ്. സത്യപ്രതിജ്ഞയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. കൊടുമ്പിരി കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണല്ലേ. എന്തായാലും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ആരാകും? രാഹുൽ ഗാന്ധി എത്തും. രാഹുലിന്റെ പേര് CPP അധ്യക്ഷ സോണിയാഗാന്ധി സ്പീക്കറെ അറിയിക്കും. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പും ഇന്നുണ്ടാകും. ഇന്ത്യ സഖ്യത്തിന് വേണ്ടി കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ചേക്കും. NDA സ്ഥാനാർത്ഥിയുടെ പേര് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും. അനൂപ് ദാസ് ആണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. അനൂപ്, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും എന്നുള്ള വാർത്ത അത് കുറച്ച് നാൾ മുമ്പേ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. പക്ഷെ എപ്പോഴായിരിക്കും അതിനൊരു കൺഫർമേഷൻ ഉണ്ടാവുക, എപ്പോഴായിരിക്കും അത് അറിയിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇനി മുന്നിലേക്ക് വരാനുണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ആദ്യം അതിലേക്ക് തന്നെ പോകാം. എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ? ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഒറ്റക്കെട്ടായി രാഹുലിനോട് അഭ്യർത്ഥിച്ചതാണ്. രാഹുലാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് അതിനുശേഷം നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. രാഹുൽ തീരുമാനമെടുത്തു. അത് സോണിയാഗാന്ധിയെയും മറ്റു നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധി സ്പീക്കറെ അറിയിക്കും ആരാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. CPP അധ്യക്ഷ എന്ന നിലയിലാണ് സോണിയാഗാന്ധി ഈ പേര് അറിയിക്കുക. അതിലെ പ്രധാനപ്പെട്ട കാര്യം, നാളെയാകും ഈ പ്രഖ്യാപനം ഉണ്ടാവുക. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം, ഇന്നല്ല നാളെയാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ്. സ്പീക്കർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തായാലും നാളെ നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയാൻ കഴിയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി എന്ന്. ശരി, എന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തുകയാണ്. അനൂപ്, ഒരു കാര്യം കൂടി, ഈ പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. ആ രീതിയിലുള്ള തർക്കങ്ങൾ പാർലമെന്റിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട ചടങ്ങിനിടെ പ്രതിപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ട് ഔദ്യോഗികമായി എത്തുകയാണ്. എന്തായിരിക്കും ഇനി പാർലമെന്റിൽ മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്? എന്തായാലും പ്രതിഷേധം അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ പ്രതിപക്ഷം മുന്നിലേക്ക് പോകും എന്നുള്ള കാര്യം തീർച്ചയാണല്ലേ? ആണ്. ഇന്ന് ഇപ്പോൾ സത്യപ്രതിജ്ഞയുടെ ബാക്കി ഏതാണ്ട് 264 പേരുടെ സത്യപ്രതിജ്ഞ ഇനി നടക്കാനുണ്ട്. ആ 264 രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അവരുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കുക. ഇന്ന് കാര്യമായൊരു പ്രതിഷേധത്തിനൊന്നും സഭയിൽ സാധ്യതയില്ല. പക്ഷേ ഇന്ന് 12 മണിക്ക് മുൻപ് ആരാണ് സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് NDAയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും അറിയിക്കേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യത്തിന് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ എന്തായാലും 12 മണിക്ക് മുൻപ് നമുക്ക് ആരൊക്കെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് വരിക എന്ന മത്സര രംഗത്തുള്ളതെന്ന് അറിയാൻ കഴിയും. NDA ഇപ്പോൾ 3 പേരുകൾ പരിഗണിക്കുന്നു. ഒന്നാമത്തേത് ഭർത്തൃഹരി മെഹ്താബാണ്, ഇപ്പോഴത്തെ പ്രോട്ടം സ്പീക്കർ. രാധാമോഹൻ സിംഗിൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ഒപ്പം തന്നെ D പുരന്ദരേശ്വരി, അവർ BJPയുടെ സംസ്ഥാന അധ്യക്ഷയാണ് ആന്ധ്രാപ്രദേശിൽ. ഈ 3 പേരുകളാണ് സജീവമായിട്ട് പരിഗണിക്കുന്നത്. അപ്പുറത്തെ ഭാഗത്ത് ഇന്ത്യ സഖ്യമാണെങ്കിൽ നേരത്തെയൊക്കെ ഈ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു സമവായത്തിലൂടെ അതല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആളങ്ങ് വരികയാണ് പൊതുവെ ചെയ്യാറ്. പക്ഷേ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാനുള്ള ഒരു നയത്തിലേക്കോ ആലോചനയിലേക്കോ ഒന്നും ഭരണപക്ഷം പോകുന്നില്ല. ഒപ്പം തന്നെ പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തിൽ വലിയ കുഴപ്പം സൃഷ്ടിച്ചു എന്ന ഒരു പ്രതീതിയുണ്ട്. അപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടത്തണം എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ആലോചന. കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയുണ്ട്. അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം 10 മണിയോടുകൂടി വരും. അത് വന്നു കഴിഞ്ഞാൽ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. 10 മണിയോടുകൂടി അതിൻ്റെ ഒരു ചിത്രം വ്യക്തമാകും. നാളെ സ്പീക്കർ തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് മറ്റന്നാൾ ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി സംസാരിക്കും. അതിനുശേഷം ഉറപ്പായും വലിയ പ്രതിഷേധങ്ങളുടെ വേലിയേറ്റം ഇവിടെ സഭയിൽ നമുക്ക് കാണാൻ കഴിയും.